ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം പുലർച്ചെ 5:30. ഞാനിന്ന് റജിയാൻ്റെ അടുത്തേക്ക് പോവാണ് ദുബായിലേക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങി വീടിനോട് ചെറിയ ബായ് ഒക്കെ പറഞ്ഞു. ബായ് പറയുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലായിരുന്നു ഫ്ലൈറ്റ്. വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് ദൂരം ഉണ്ടായിരുന്നു അവിടേക്ക്. എന്നെ എയർപോർട്ടിലാക്കാൻ വേണ്ടി അമലും ഉണ്ടായിരുന്നു, ശരത്ത്, ചിമ്മി, ഹരിത, അമ്മ, സാരംഗ്, ആമി, പിന്നെ ഏട്ടനും ഉണ്ടായിരുന്നു. ഏട്ടൻ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടായിരുന്നുള്ളത്. രാവിലെ തന്നെയുള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അധികം ആരും കൊണ്ടാക്കാൻ പറ്റില്ലെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവരെല്ലാരും കൂടി വന്നതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഒരു മിക്സഡ് ഇമോഷൻ ആയിരുന്നു എനിക്ക് ആ ഒരു ടൈമിൽ. സന്തോഷമാണോന്ന് ചോദിച്ചാൽ സന്തോഷമുണ്ട്, സങ്കടമാണോന്ന് ചോദിച്ചാൽ സങ്കടമുണ്ട്. കാരണം ഇവരൊക്കെ കാണാതിരിക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്തോ ഒരു പോലെയുണ്ട്. പ്രത്യേകിച്ച് ദേ ആമി പി എ പി എ എന്ന് വിളിച്ച് എൻ്റെ പിന്നാലെ നടക്കുമായിരുന്നു. ആ വിളി ഞാൻ നല്ലപോലെ മിസ് ചെയ്യും. പിന്നെ ആമിനെ മാത്രമല്ല, കാശിനാണെങ്കിലും ശിവയാണെങ്കിലും എല്ലാവരെയും മിസ് ചെയ്യും. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാവുന്നത് സാരംഗിനായിരിക്കും. സാരംഗെ, നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഐ മിസ് യു. അവനും എന്നെ മിസ് ചെയ്യും. അങ്ങനെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ മേളി വന്നു. അവരൊക്കെ തിരിച്ച് വീട്ടിൽ പോവുകയും ചെയ്തു. ചെക്കിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞു. ഫ്ലൈറ്റ് ഒരു ചെറിയൊരു ഡിലേ ഉണ്ട്. 8:25 8:15 ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ എനിക്ക് കുത്തിയിരിക്കാം. ഇപ്പോൾ സമയം 7 മണി. അങ്ങനെ ഫ്ലൈറ്റ് വീണ്ടും ഡിലേ ആയിരിക്കുന്നു. ആദ്യം 8:15 ഫ്ലൈറ്റ്, അത് 8:25, പിന്നെ അത് മാറിയപ്പോൾ 8:45. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന്. കാര്യമായിട്ടൊന്നും വേണ്ടായിരുന്നു. പിന്നെ വിശക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ബ്ലാക്ക് ടീയും പിന്നെ ഒരു മാർബിൾ കേക്കും വാങ്ങി. ഈ രാവിലെ തന്നെ മധുരമുള്ളത് കഴിക്കാന്ന് പറയുന്നത് എനിക്ക് കുറച്ച് പണിയാണ്. പിന്നെ വേറൊന്നും വേണ്ടായിരുന്നു. സാൻഡ്വിച്ചും അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഴിക്കാനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല. അമ്മയും അവരെല്ലാവരും കൂടി ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ബോർഡിംഗ് പാസും കിട്ടി. ഒന്നുകൂടെ അവരെ കണ്ട് ബായ് പറഞ്ഞിട്ടായിരുന്നു ഞാൻ വന്നത്. ആ സമയത്ത് അമ്മ ചെറുതായിട്ട് കരഞ്ഞു. അത് കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും പോയി. പിന്നെ എനിക്ക് എല്ലാം കൂടി ഭയങ്കര സങ്കടമായിരുന്നു. അതെ, എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ്റൂം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നല്ല നീറ്റായിട്ടുള്ള വാഷ്റൂമാണ്. പിന്നെ ഇതായിരുന്നു എൻ്റെ എയർപോർട്ട് ഔട്ട്ഫിറ്റ്. ഈ ഒരു ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവിടെ കിടന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. നേരെ ഫ്ലൈറ്റിലേക്ക് നടക്കുവാണ്. അങ്ങനെ പറയാൻ മാത്രമുള്ള ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും. ഓക്കെ ആയിരുന്നു. പിന്നെ വിൻഡോ സീറ്റ് ആയതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിരുന്നു. ഞാനങ്ങനെ ഹെഡ്ഫോണൊക്കെ വെച്ച് പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഞാൻ ദേ ഈ സാധനം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കും. വേറൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കണം എന്നുണ്ടായിരുന്നു, നല്ല വീഡിയോസ് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ വൃത്തികെട്ട ഒരു വിൻഡോ ആയിരുന്നു. ഫുള്ള് സ്ക്രാച്ചാണോ പൊടിയാണോ എന്തോ കുന്താണെന്നും അറിയില്ല, ഇതായിരുന്നു അവസ്ഥ. ഇത് തന്നെ ഞാൻ എങ്ങനെയോ എടുത്ത് വീഡിയോ നേരിട്ട് ഇത്ര പോലും കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ദേ നമ്മുടെ ഫ്ലൈറ്റ് പറന്നുയരാൻ പോവുകയാണ്. ഇപ്പം പൊന്തും, ദാ പൊന്തി. വാ, ആ സമയത്തുണ്ടായിരുന്നൊരു വ്യൂ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. അങ്ങനെ കണ്ണൂരിനോട് ബൈ പറഞ്ഞ് ഞാനിതാ പറക്കുന്നു ദുബായിലേക്ക്. ഇതാ പോകുന്നു എൻ്റെ വിമാനം. പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന മേഘങ്ങളൊക്കെ കാണണമെന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആവശ്യത്തിനുള്ള ലെഗ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ ഞാൻ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി കയ്യിൽ വെച്ചു. ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഫോണിൽ നോക്കാൻ ഒരു മൂടുണ്ടായിരുന്നില്ല. പിന്നെ വിചാരിച്ച് കിടന്നുറങ്ങാന്ന്. അങ്ങനെ കിടന്നുറങ്ങാനുള്ള തയ്യാറെടുപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് വേണോ എന്ന് ചോദിച്ചിട്ട് വന്നത്. ഞാൻ പിന്നെ വേറൊന്നും വാങ്ങിയില്ല. ന്യൂട്രി ചോയ്സിൻ്റെ കുക്കീസ് വാങ്ങി കയ്യിലട വെച്ചു. ഇതിൻ്റെ അകത്തൊരു 6 ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഇതിന് 200 റുപ്പീസ് ആയിരുന്നു. അത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് MRP നോക്കിയപ്പോൾ 90 ഉണ്ട്. പിന്നെ എല്ലാത്തിനും ഡബിൾ ആയിരിക്കുമല്ലോ. കുറച്ച് സമയം ഉറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു അത് സംഭവിച്ചത്. നല്ലൊരു 8ൻ്റെ പണി. ദുബായ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യേണ്ട ഞാൻ എത്തിപ്പെട്ടത് മുംബൈ എയർപോർട്ടിൽ. ഒരു 10:45 ആയപ്പോൾ ക്യാപ്റ്റൻ അനൗൺസ് ചെയ്തു, എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു പ്രിക്കോഷൻ എന്ന നിലയിൽ നമ്മൾ ഒരു 15 മിനിറ്റിൽ മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോവാണെന്ന്. അവിടെ ലാൻഡ് ചെയ്ത് ഒരു അരമണിക്കൂർ ഫ്ലൈറ്റിലിരുന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി ഒരു ബസ് കയറ്റി അറൈവൽ ഹാളിൽ കൊണ്ടുപോയി അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത്
അവരാദ്യം പറഞ്ഞു എന്തായാലും 2-3 മണിക്കൂർ ഡിലേ ഉണ്ടാവും. എന്തായാലും ഒരു വല്ലാത്ത പണിയായിപ്പോയി. സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് നേരെ അവിടുത്തെ ഫുഡ് കോർട്ടിൽ കൊണ്ടുപോയി എയർ ഇന്ത്യയുടെ വക ഫുഡൊക്കെ തന്നു. ഇപ്പോഴേക്ക് ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽ കാര്യമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ആ ഒരു മാർബിൾ കേക്ക് കഴിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഫുഡ്. ഒരു 2 ചപ്പാത്തി, ചോറ്, ചിക്കൻ കറി, പരിപ്പ് കറി, കുറച്ച് സവാള, പിന്നെ ഒരു പായസം പോലത്തെ സാധനം. ഫ്ലൈറ്റിൽ നിന്ന് വാങ്ങിയ ബിസ്ക്കറ്റ് ആണെങ്കിൽ എനിക്ക് കഴിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഒരു 12:30 ആകുമ്പോഴേക്ക് ദുബായ് ലാൻഡ് ചെയ്യുള്ളൂ, അപ്പം നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതിരുന്നത്. മുംബൈയിലെ ഫുഡ് എങ്ങനെയാവുമെന്ന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഫുഡ് കഴിച്ചു. ഇനി ഫ്ലൈറ്റ് പിന്നെ ഡിലേ ആയി. 7:45 ആയി. ഇനിയും ഡിലേ ആവുന്ന വലിയ ഐഡിയ ഒന്നുമില്ല. എന്തായാലും വേറെ എന്താ തോന്നുന്നില്ല, എട്ടിൻ്റെ പണിയായിരുന്നു. ഒക്കെ ആ ഫ്ലൈറ്റിലുണ്ടായ ആൾക്കാരാണ്. എല്ലാവരെയും കൂട്ടി എങ്ങോട്ടേക്കോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ ഈ എയർപോർട്ട് ഭയങ്കര വലുതാണ്. ഏട്ടൻ എയർപോർട്ടിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ 3 മണിക്ക് ഫ്ലൈറ്റ് എടുക്കുമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് 7 മണിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് കണ്ടു. ഒരു വല്ലാത്ത കാണലായിരുന്നു. വേണ്ടേ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അന്നാണെങ്കിൽ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ കുറച്ച് സമയം ഉറങ്ങാൻ നോക്കി, പക്ഷെ ഒരു 15 മിനിറ്റ് കഷ്ടിച്ച് എങ്ങനെയോ ഉറങ്ങി. പിന്നെ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ചു. നല്ലൊരു ഹ്യൂജ് എയർപോർട്ടാണിത്. കാണാൻ ഒരുപാടുണ്ട്. പിന്നെ ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ എവിടെയും വേറെ എവിടെയും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സമയം 4:45 ആയതേ ഉള്ളൂ. ഇനിയും കുത്തിയിരിക്കണം. നല്ല ടയേർഡായിരുന്നു. കുറച്ച് സമയം എങ്ങനെയൊക്കെയോ ഉറങ്ങി. ഇനിയുണ്ട് സമയം. കുറച്ച് കഴിഞ്ഞപ്പോൾ കോഫി കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് എല്ലാവരും അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ കോഫിയും ഇഡ്ഡലിയും വടയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിനൊക്കെ കുറച്ച് കഴിച്ചു. ഫ്ലൈറ്റിലായിരുന്നെങ്കിൽ കുഞ്ഞു മക്കൾ മുതൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 7 മണി കഴിഞ്ഞപ്പോൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം ഫ്ലൈറ്റ് തന്നെയായിരിക്കും എടുക്കാന്നുള്ളത്. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ പേടിച്ചിരുന്നു. പിന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ ഫ്ലൈറ്റ് അല്ല, വേറെ ഫ്ലൈറ്റാണ്. അത് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ സമാധാനമായത്. എന്തായാലും ഇതൊരു നല്ല അടിപൊളി പുതുപുത്തൻ ഫ്ലൈറ്റ് ആയിരുന്നു. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ഒക്കെ ആയിട്ട്. എന്തൊക്കെയായാലും ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. രാവിലത്തെ ഫ്ലൈറ്റിൽ ഞാൻ ഹെഡ്ഫോണും വെച്ച് ഇരുന്നത് കൊണ്ട് തന്നെ പുറത്ത് നടന്നൊന്നും അധികം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പുറത്തിറങ്ങി ഓരോരുത്തരോട് സംസാരിച്ചപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലായത്. എല്ലാവരും നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇതൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പറഞ്ഞത്. എന്തായാലും അത് കഴിഞ്ഞു. ഞങ്ങളിതാ മുംബൈ എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. അല്ലാത്ത കുറച്ച് നിമിഷങ്ങളായിരുന്നു മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ. കാരണം ഇന്ന് ദുബായിക്ക് പോകാൻ പറ്റുമോ, ഇവിടെ നിൽക്കേണ്ടി വരുമോ, അങ്ങനെ ഒരുപാട് ടെൻഷനായിരുന്നു ഉള്ളിൽ. എന്തായാലും ഫൈനലി അവിടെ നിന്ന് പറന്നുയർന്നപ്പോഴാണ് ചെറിയൊരു സമാധാനം ആയത്. സമാധാനമൊന്നും പറയാൻ പറ്റില്ല, പേടിയുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ നിന്നുള്ളൊരു ഈ ഒരു വ്യൂ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. നല്ല വിൻഡോ ആയിരുന്നു. ഒരു സ്ക്രാച്ചോ അല്ലെങ്കിൽ ഒരു പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് ഉറങ്ങാൻ ശ്രമിച്ചു, പക്ഷെ ഉറങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു 11 മണിയായപ്പോൾ ക്യാപ്റ്റൻ അനൗൺസ് ചെയ്തു നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം ലാൻഡ് ചെയ്യുമെന്ന്. അത് പറഞ്ഞ് തീർന്ന് ഈ ഒരു വ്യൂ കണ്ടപ്പോൾ കിട്ടിയൊരു സമാധാനം ഉണ്ടല്ലോ, അത് എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നീണ്ട ടെൻഷൻ അടിച്ച് മരിച്ച കുറേ മണിക്കൂറുകൾക്ക് ശേഷം ഈ ഒരു വ്യൂ കണ്ടപ്പോൾ എൻ്റെ അമ്മോ എന്തോരം സുഖമായിരുന്നു. പ്രജിയേട്ടനും വീട്ടിലുള്ളവരും എല്ലാവരും നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് നേരിട്ട് തന്നെ കണ്ട് ആസ്വദിക്കണം. കാരണം അത്രയ്ക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോഴും നൈറ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇത്തവണ പകലായതുകൊണ്ട് തന്നെ പകല് ദുബായ് എങ്ങനെ ഇരിക്കുന്നത് കാണാൻ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും പോയി കിട്ടി. അങ്ങനെ ഞങ്ങളിതാ ദുബായിലേക്ക് ലാൻഡ് ചെയ്യാണ്. ആഫ്റ്റർ എ ലോങ് ഹെക്ടിക് ഡേ. എൻ്റെ അമ്മോ, എങ്ങനെയെങ്കിലും ഒന്ന് പ്രജാടനെ കണ്ടാൽ മതി എന്നായിരുന്നു. ഇവിടുത്തെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ബെൽറ്റിൽ എത്തിയപ്പോഴേക്ക് എൻ്റെ ട്രോളി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ട്രോളി കിട്ടിയതും ഹൈ സ്പീഡിൽ ഞാൻ അവിടെ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. ടയേർഡായി പണ്ടാറടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ എങ്ങനെ പോയ ഞാനാ. അവിടെ എത്തി വൈഫൈ കണക്റ്റ് ആയി ആ ടൈമിൽ തന്നെ ഞാൻ അമ്മനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാൻഡ് ചെയ്തത്. അങ്ങനെ
നീണ്ട 3 മാസങ്ങൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും കണ്ടുമുട്ടിരിക്കുന്നു. അങ്ങനെ ഉച്ചക്ക് 12 മണിക്ക് ദുബായ് എത്തേണ്ട ഞാൻ എത്തിയത് രാത്രി 12 മണിക്ക്. എന്താല്ലേ? ഇന്നലെ പ്രോപ്പറായിട്ടൊരു വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇന്നലെ റൂമിലെത്തി ഫുഡ് കഴിച്ച് ഫ്രഷായി കിടന്നുറങ്ങി. അതുകൊണ്ട് ഇന്നലെ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി. മസാല ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. മസാല ദോശ കഴിച്ചിട്ട് ഇപ്പോൾ കുറച്ചായി എന്ന് തോന്നുന്നു. രാത്രി പ്രജയേട്ടൻ റൂമിൽ ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫുഡ് അകത്ത് ചെന്നപ്പോഴായിരുന്നു എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയത്. പിന്നെ ബോധം കെട്ടങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിൻ്റെ കൂടെ വടയും ചട്നിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയിട്ട് മുംബൈ എന്നെ വിടുന്നുണ്ടായിരുന്നില്ല. അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ വെൽക്കം ടു മുംബൈ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ അതെ ഈ റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ പോയത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരൊരു ജാക്കറ്റ് വാങ്ങാൻ പോയി. പുറത്ത് വലിയ തണുപ്പില്ല, പക്ഷേ റൂമിൽ നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ജാക്കറ്റും വാങ്ങി. ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ രാവിലെ ഇതിലൂടെയൊക്കെ നടന്നപ്പോഴാണ് എനിക്ക് ദുബായ് എത്തിയെന്നുള്ള ആ ഒരു ബോധം വന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി. എൻ്റെ പുതിയ ജാക്കറ്റ്. ലാസ്റ്റ് ടൈം ഞാൻ ദുബായിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കുടിച്ചൊരു സാധനമാണിത്, ലെമൺ മിൻറ്റ്. എന്താണെന്നറിയില്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലെത്തിയപ്പോൾ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്തു. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പോയിട്ട് ഇത് വാങ്ങി. അപ്പോൾ എന്തായാലും കുടിച്ച് നോക്കട്ടെ. മുംബൈയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ഫ്ലൈറ്റ് നല്ല അടിപൊളിയായിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഒരു ഹാപ്പി എൻഡിങ് ആയിക്കോട്ടെ. എന്നാൽ ശരി, ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ